അങ്കമാലി അത്താണിയിലെ ബെവ്കോ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയതിന്റെ കൂടുതൽ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാർ മദ്യക്കമ്പനി ഏജന്റുമാരിൽ നിന്ന് എല്ലാ മാസവും 3 തവണയിലധികം കൈക്കൂലി വാങ്ങിയിരുന്നു എന്നാണ് വിവരം. ഔട്ട്ലെറ്റിലെ ജീവനക്കാർ മദ്യ കമ്പനികളിൽ നിന്ന് ഒരു മാസം വാങ്ങിയത് 8 ലക്ഷത്തോളം വരെ കൈക്കൂലിയാണ്. ഈ കൈക്കൂലി പണം എവിടേക്ക് മാറ്റി എന്നതിലുമുള്ള പരിശോധന തുടരുന്നുണ്ട്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, കൂടുതൽ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് അറിയുന്നത്? അങ്കമാലി അത്താണിയിലെ ബെവ്കോ ഔട്ട്ലെറ്റിൽ കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് സംഘം റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഈ തങ്ങളുടെ ബ്രാൻഡുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യ കമ്പനികൾ ഏജന്റുകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലി തുക ബെവ്കോ ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയിരുന്നു. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വിജിലൻസ് സംഘം. അങ്ങനെ 80,000-ഓളം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. വിജിലൻസിന് ഇപ്പോൾ അതിന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ 2.5 ലക്ഷത്തോളം രൂപ എത്തിയിരുന്നു എന്നതാണ് വിവരം. അതിൽ 80,000-ഓളം രൂപയാണ് ഇപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി തുകയൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു മാസം 3 തവണയിലധികം ഇത്തരത്തിൽ ഈ മദ്യ കമ്പനികളുടെ ഏജന്റുമാരിൽ നിന്ന് ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നു എന്നതാണ് വിജിലൻസിന് വ്യക്തമായിട്ടുള്ളത്. അത് 8 ലക്ഷം വരെ രൂപ ഇത്തരത്തിൽ ഒരു മാസം തന്നെ ഇവർ വാങ്ങുന്നു, ഓരോരുത്തരും വാങ്ങുന്നു എന്നതാണ് ബോധ്യമാകുന്നത്. 11 ജീവനക്കാരുള്ളിൽ 9 പേരിൽ നിന്നും കഴിഞ്ഞ ദിവസം പണം പിടികൂടിയിരുന്നു. അതോടൊപ്പം ഗൂഗിൾ പേ ഇടപാടടക്കം ഇതിലുണ്ട് എന്ന വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളടക്കം ശേഖരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിജിലൻസ് സംഘം ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകും. ഇവർക്കെതിരെ സ്വാഭാവികമായിട്ടും ഈ ജീവനക്കാർക്കെതിരെ നടപടിയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണം നടത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്കും വിജിലൻസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഇവർക്കൊക്കെ തന്നെ, അതായത് ബെവ്കോ ജീവനക്കാർക്കടക്കം ബോണസ് ഇനത്തിലും ഒക്കെ തന്നെ ഒരുപാട് ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ സർക്കാർ അല്ലെങ്കിൽ ബെവ്കോയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന അനധികൃത ഇടപാടുകളിലൂടെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ തന്നെ കൈക്കൂലി വാങ്ങുന്നത്. അത് ഏറെ ലജ്ജാകരമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള നടപടി ഇതിൽ ആവശ്യമാണ്. വിജിലൻസ് സംഘം അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നതാണ് എറണാകുളം യൂണിറ്റ് വ്യക്തമാക്കുന്നത്. രാഗിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.